കോഴിക്കോട് താമരശ്ശേരി ഷിബില കൊലക്കേസിൽ ഭർത്താവ് യാസിറിനെ കൊല നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ പോലീസ് ശക്തമായ പോലീസ് കാവലിലായിരിക്കും ഈ തെളിവെടുപ്പ് നടത്തുക. ഇന്നലെ കത്തി വാങ്ങിയ കടയിലും പെട്രോൾ പമ്പിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അനഘ ഹർഷൻ വിവരങ്ങൾ നൽകും. അനഘ, ഇന്നെപ്പോഴാണ് തെളിവെടുപ്പ് പുനരാരംഭിക്കുക? കൂടുതൽ വിവരങ്ങൾ. അനു, ഇന്ന് 5 ദിവസത്തേക്കാണ് ഈ പ്രതി യാസിനെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ പ്രതി കൊല നടത്തിയതിനു ശേഷം പോയ പെട്രോൾ പമ്പിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ സമയത്ത് പോലീസ് വാഹനത്തിൽ ഇരുത്തി തന്നെയായിരുന്നു യാസിനുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നത്. ഇന്നെന്തായാലും അല്പസമയം ഒരു 11 മണിയോട് കൂടിയായിരിക്കാം ഈ പ്രതി യാസിനുമായി ഈ കൊല നടത്തിയ ഷിബിലയുടെ വീട്ടിൽ അന്വേഷണ സംഘം എത്തുക. അതിനുശേഷം തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമായിരിക്കും മടങ്ങുക. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ യാസിനെ ഈ ഷിബിലയുടെ വീട്ടിനടുത്തേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ പ്രദേശത്ത് നിന്നൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് മാത്രമായിരിക്കും അന്വേഷണ സംഘം ഈ ഷിബിലയുടെ വീട്ടിലേക്ക് എത്തുക എന്നതാണ്. ഇപ്പോൾ തന്നെ ഈ പ്രതിയെ തെളിവെടുപ്പിന് എത്തിക്കും എന്ന വിവരം പ്രദേശവാസികൾക്കൊക്കെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ പ്രദേശത്ത് തന്നെ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ പ്രതിയെ ഏതെങ്കിലും തരത്തിൽ അവിടെ എത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നീക്കം. അതുകൊണ്ട് തന്നെ ഇന്ന് 11 മണിക്ക് ശേഷമാണ് ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നൊരു സാഹചര്യത്തിൽ അതിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ ഈ പ്രതി കത്തി വാങ്ങിയ കടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ കടയിൽ നിന്ന് കത്തി വാങ്ങിയതിനു ശേഷമാണ് പ്രതി നേരെ വീട്ടിലെത്തിയിട്ടായിരുന്നു ഈ കൊലപാതകം നടത്തിയിരുന്നത്. ഈ കത്തി വാങ്ങിയ കടയിലുള്ള ആളും പെട്രോൾ പമ്പിലെ ആളുകളും ഒക്കെ തന്നെ ഈ പ്രതിയെ യാസിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ്. മറ്റൊന്ന്, ഈ പ്രതിയുടെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രതി ലഹരിക്കടിമയാണ്, ലഹരി വിൽപ്പന നടത്തുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗവും ഒക്കെ ബന്ധപ്പെട്ട് തന്നെ ഒരു അന്വേഷണം എന്തായാലും ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അനു, ശരി അനഘ.